വേണ്ടിയിട്ടുള്ള നെയ് സേവ കഴിഞ്ഞു. ഇനി വീട്ടിലിരുന്നിട്ട് കഴിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വീട്ടിലിരുന്നിട്ട് കാലത്ത് എണീക്കുമ്പോൾ അതിരാവിലെ കഴിക്കുക. പിന്നെ ഇവിടെ നമ്മൾ ആലുമ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട. ഞാൻ വേറെ ഒറ്റ സ്ഥലത്തും വെച്ചിട്ടുണ്ടല്ലേ. സംഭവം ഒരു ആൾക്കാർക്ക് കാരണമാണ്, പക്ഷേ എനിക്കും അധികം അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ ആലിൻ്റെ ഫുൾ രൂപം ഫോട്ടോ കാണിച്ചിട്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തോട്ടപ്പായ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലത്തിലേക്ക് വന്നിക്കണം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഷാലൂസിന് 5-ാം മാസമായി. അപ്പോൾ 5-ാം മാസമായി ഇപ്പോൾ നമ്മുടെ നെയ്സേവയുണ്ട്. ഒരു 7 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 ദിവസം. അപ്പോൾ നെയ്സേവ. അപ്പോൾ നെയ്സേവയ്ക്ക് നമ്മൾ നെയ്യ് ഇന്നലെ വൈകുന്നേരം കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ പൂജിക്കണ സമയത്ത് ഇവിടെ തിരുമേനി നമുക്ക് ജപിച്ച് തരും ആ നെയ്യ്. അപ്പോൾ അതൊരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം കഴിക്കുക. അത് നല്ലതാണ്. അപ്പോൾ ആ നെയ്യ് വാങ്ങാൻ ഞങ്ങൾ വന്നേക്കണം വേണ്ട തോട്ടപ്പായ അമ്പലത്തിലേക്ക്. അപ്പോൾ ആ വീഡിയോസിലേക്ക് കിടക്കാൻ നമുക്ക്. അങ്ങനെ നമ്മുടെ മിന്നൂസും ഷാലൂസും ഞങ്ങളെ ജോഡിയായിട്ടാണ് ഡ്രസ്സ് എടുക്കണം കേട്ടോ. കളർ മാച്ചിങ് ഇട്ടുണ്ട്. ഞാൻ മാത്രമാണ് കളർ മാച്ചിങ് ഇല്ലാത്തത്, സാമ്യായതുകൊണ്ട്. ഇതാണ് നമ്മുടെ തോട്ടപ്പായ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം കേട്ടോ. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ട് ഞങ്ങളത് അമ്പലത്തിനുള്ളിൽ നാരായണ ജപിച്ച് അമ്പലത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ നെയ്സേവ നടത്തി ഫസ്റ്റ് ദിവസം. ഇനി വീട്ടിൽ പൂജാ റൂമിൽ വെച്ച് പിന്നെ പൂജാ റൂമിൽ നിന്ന് കാലത്ത് വിളക്ക് വെച്ച് അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് നെയ്സേവ നടത്തിയാൽ മതി. അപ്പോൾ നെയ്യ് പൂജിച്ച് കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നാരായണ ജപിച്ച് നെയ്സേവ നടത്താം. അപ്പോൾ അമ്പലത്തിനുള്ളിൽ ചെയ്തു. പിന്നെ നമ്മൾ വീഡിയോ കിട്ടാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടും കഴിച്ചു കേട്ടോ. ഞങ്ങളിനി ചിറ്റമ്പലത്തോടാണ്. പിന്നെ ഇവിടെ നമ്മൾ ആലുമ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട. ഞാൻ വേറെ ഒറ്റ സ്ഥലത്തും വെച്ചിട്ടുണ്ടല്ലേ. സംഭവം ഒരു ആൾക്കാർക്ക് കാരണമാണ്, പക്ഷേ എനിക്കും അധികം അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ ആലിൻ്റെ ഫുൾ രൂപം ഫോട്ടോ കാണിച്ചിട്ട്. അടിയിൽ ബ്രഹ്മാവ്, താഴെ സെൻട്രലായിട്ട് വിഷ്ണു, പിന്നെ മുകളിൽ ശിവൻ. 3 വട്ടമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ശരിക്കും കാണിച്ചിട്ട് തോന്നണ രീതി കണ്ട. നമ്മൾ കുറേ പേർക്ക് അറിയാം, പക്ഷേ കുറേ പേർക്ക് അറിയാത്തതുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ വെച്ച കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. കണ്ട ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സംഭവം അത് നമുക്ക് വേറെ ഇഷ്ടമായിട്ടാ. കാരണം വേറെ ഒറ്റ അമ്പലത്തിൽ സംഭവം എഴുതി വെച്ചിട്ട് പോലില്ല. അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പക്ഷേ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ ഇതിൽ. ചില്ലറയില്ലേ? ചില്ലറ തരാലോ. ഈ ആലിനെ ഇടയ്ക്ക് 1 രൂപ വെച്ച് ആലിലയിൽ 1 രൂപ വെച്ച് പ്രാർത്ഥിക്കണ്ട. അപ്പോൾ നമ്മുടെ മിന്നൂസിന് 1 രൂപ കൊടുത്തിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട്.
നല്ല ഭക്തിയിൽ നല്ല രണ്ട് കൈ കൊണ്ട് വെച്ച് തൊഴണം കുട്ടി. പിന്നെ സ്വർക്കത്തിൽ നിന്നേറ്റ് വന്നേക്കണടാ. നെയ്യൊക്കെ തന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടുള്ള നെയ് സേവ കഴിഞ്ഞു. ഇനി വീട്ടിലിരുന്നിട്ട് കഴിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വീട്ടിലിരുന്നിട്ട് കാലത്ത് എണീക്കുമ്പോൾ അതിരാവിലെ കഴിക്കുക. നമ്മൾ മിന്നൂസിനും ഈ അമ്പലത്തിൽ തന്നെ വന്ന് നെയ് സേവ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞുവാവേനും ഇതുപോലെ കിട്ടട്ടെ. രസമുള്ളതാണ് കേട്ടോ. അങ്ങനെ ശാലൂസിൻ്റെ ഫസ്റ്റ് ദിവസത്തെ നെയ്സേവ കഴിഞ്ഞു. അത് തോട്ടപ്പായ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ചിട്ട്, ഉണ്ണിക്കണ്ണൻ്റെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിന്നൂസിനും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സുഗമമായി പ്രസവത്തിനും പിന്നെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ കൂടിയിട്ടാണ് നെയ്സേവ ഒക്കെ നടത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ശരി.